ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂണിഫോമിൻ്റെ കോട്ട് ഗേൾസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കട്ടിങ് വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ടക്ക് മാർക്ക് ചെയ്തു. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ടക്ക് എടുത്തു കൊടുക്കാം. ടക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിൽ ടക്കില്ല എങ്കിലും പ്രശ്നമില്ല. നമ്മൾ ആ ഷേപ്പ് വിഡ്ത്തിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള വണ്ണം അടിച്ചു കൊടുത്താൽ മതി. ടക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടക്ക് എടുക്കുന്നത്. അപ്പം 4 ടക്കുണ്ട്. ഫ്രണ്ടിലൊന്ന്, ഫ്രണ്ടിൽ 2, ബാക്കിൽ 2. അങ്ങനെ 4 ടക്ക് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ടക്കിൽ നമ്മൾ കെട്ടിടില്ലല്ലോ, ലോക്ക് ഇടില്ലല്ലോ സൈഡിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഴിഞ്ഞു പോവാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ടക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമ്മളതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് വശത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ നഖം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് 2 എഡ്ജും ഷാർപ്പായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്കും ടക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അറിയുന്നവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്തവർക്ക് നമ്മൾ ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 ടക്കും എടുത്തു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ടക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലും എടുക്കണം. ഇതുപോലെ 4 വശത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് മറ്റ് വശത്തേക്ക് നമുക്ക് പിൻ കുത്തിയിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെയും അളവെടുത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വിചാരിക്കും കോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ. പക്ഷെ നമ്മൾ ഒരു തവണ തയ്ച്ച് വരുമ്പോൾ നമുക്കത് പിന്നെ ഈസി ആയിക്കോളും. അതുപോലെ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് ഒരു പാൻറ്റും ടോപ്പ് കോട്ടും ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോഴത്തേക്കും നമ്മൾ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുള്ളായിട്ട് ഓർഡർ എടുക്കാമല്ലോ. അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ കട്ടിങ് വീഡിയോ കാണാത്തവർ കട്ടിങ് വീഡിയോ കണ്ടിട്ട് ഇത് തയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലല്ലോ. ഒരു കോട്ട് ഫുള്ളായിട്ട് തയ്ക്കണമെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടിരിക്കണം. എന്നാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് നമുക്ക് നമ്മളെ മക്കൾക്കെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കാമല്ലോ. പിന്നെ കോൺഫിഡൻ്റ് ആയതിനു ശേഷം നിങ്ങൾ പുറത്ത് തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിന്നെ അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് പതിഞ്ഞ് വന്നോളും. പിന്നെ നമുക്ക് ബാക്കും ഫ്രണ്ടുമായിട്ട് ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതുപോലെ 2 പാർട്ടും എടുത്ത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ യൂണിഫോമൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓവർലോക്ക് എന്ന് പറയുമ്പോൾ മസ്റ്റാണ്. പിന്നെ നമ്മളെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധാരണ മെഷീനിൽ തന്നെ ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ തയ്യൽ തുമ്പിലായിട്ട് ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല. കാരണം ഡെയിലി യൂസിനുള്ളതാണല്ലോ യൂണിഫോം. അപ്പോഴത്തേക്കും നമുക്ക് തൽക്കാലം നമുക്ക് അത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓവർലോക്ക് മെഷീൻ ഉള്ളവർ അത് ഓവർലോക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേഗം നൂലിങ്ങനെ അഴിഞ്ഞ് ഡ്രസ്സാകെ ഒരു വൃത്തികേടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ യൂണിഫോമിലൊക്കെ അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ നൂല് അഴിഞ്ഞ് പോകുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ നമുക്ക് തയ്ക്കാൻ കിട്ടുന്നതിൽ, അങ്ങനെയുള്ളതിനും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാൻ തയ്യൽ തുമ്പിൽ ഇതുപോലെ ഓവർലോക്ക് പോലെ ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് ഡ്രസ്സിൻ്റെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴ്ഭാഗം ഒന്ന് ഇതുപോലെ തയ്ക്കാം. നമ്മളൊരു ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിരുന്നല്ലോ, ഒരു വി ഷേപ്പ് ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ഇതുപോലെ ഉള്ളിലായിട്ട് വെച്ച് ഇതുപോലെ രണ്ടും നമ്മൾ ഇതിൻ്റെ ചീത്ത ഭാഗത്താണ് തയ്ക്കുന്നത് കേട്ടോ. നമ്മൾ വിട്ട ആ തയ്യൽ തുമ്പ് നമുക്ക് എത്രയാണോ അതുപോലെ തയ്ച്ചെടുക്കുക. പിന്നെ മറിച്ചിടുക. ഇതാണ് ചെയ്യേണ്ടത്.
ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ രണ്ട് വശത്തും നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. പിന്നെ മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത വശത്ത് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കണം. അടുത്ത ഭാഗവും ഇതുപോലെ എടുത്തു നമുക്കതുപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ കോട്ടിൽ സ്ലീവ് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തയ്ക്കാനായിട്ട്. ഇതുപോലെ രണ്ട് ഭാഗത്തും ഞാൻ ഡബിൾ സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. തയ്ക്കുന്ന എല്ലാ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് തന്നൊരു കസ്റ്റമറാണ് നമുക്ക് തയ്ക്കാനായിട്ട് യൂണിഫോം. പാൻറ്റും ടോപ്പും കോട്ടും ഉണ്ടായിരുന്നു. ഇതുപോലെ ഇപ്പോൾ പാൻറ്റ് പോക്കറ്റൊക്കെ വെച്ചാണ് തയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം ഒരു 2-3 ദിവസം കൊണ്ട് തയ്ച്ച് കൊടുക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇവിടെ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് വിട്ടതിന് ശേഷം നെക്കിൽ നമുക്കൊരു ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ഉണ്ടല്ലോ, ഈ ആം ഹോൾ നമുക്ക് ക്രോസ് പീസ് വെച്ച് തയ്ക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടോപ്പ് ഉണ്ടല്ലോ, കോളർ ടോപ്പ്, അതൊക്കെ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി, ക്രോസ് പീസിൻ്റെ ചീത്ത വശം ഉൾവശത്തേക്കാണ് മടക്കേണ്ടത് കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് കാൽ ഭാഗം ഇതുപോലെ തയ്യൽ തുമ്പിട്ടതിന് ശേഷം നമുക്കിതുപോലെ തയ്ക്കണം. കാലിഞ്ച് തയ്യൽ, കാൽഭാഗമല്ല 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ മറിച്ചിട്ട് ഉള്ളിലേക്ക് തയ്ക്കണം. അങ്ങനെയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഈ തയ്ക്കുമ്പോൾ വലിച്ചു പിടിക്കാതെ തയ്ക്കുക. കാരണം ചുളിവ് വന്നു കഴിഞ്ഞാൽ ഒരു നീറ്റാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ചിൽ നമുക്കിതുപോലെ തയ്ക്കാം. അതുപോലെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പും ബാക്ക് ഭാഗത്തേക്കാക്കി വേണം തയ്ക്കാനായിട്ട്. ഫ്രണ്ട് വശത്തേക്കല്ല, ബാക്ക് വശത്തേക്ക് നമുക്കിതിൻ്റെ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ബാക്ക് വശത്തേക്ക് വെച്ച് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് തയ്ക്കാം. മറിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതിനെ ഉള്ളിലേക്കാക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം. നമ്മൾ ഈ കോട്ടൻ്റെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് നമ്മളത് തയ്ക്കാണ്ടിരിക്കുമല്ലേ. പക്ഷെ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും ഈസി ആവും. അതുപോലെ ഉള്ള കോളർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മളിവിടെയൊക്കെ 200 രൂപയൊക്കെയാണ്. പലയിടത്തും പല റേറ്റ് ആയിരിക്കും, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ലൈൻ പോലെ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പുറത്തേക്ക് നമ്മളിതിൻ്റെ അതായത് നമ്മൾ ഈ പതിച്ച് തയ്ക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീറ്റാവില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാം. പിന്നെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ക്രോസ് പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ക്രോസ് പീസ് എടുക്കുമ്പോൾ നമുക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ് ആയിരിക്കും നമുക്ക് കുറച്ച് തുണി നമുക്ക് കിട്ടുക ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് അതിനെ നമ്മൾ കറക്റ്റ് ക്രോസ് ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കിയിട്ട് വേണം സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് എല്ലാം ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ എല്ലാ പീസും ഒരേ വീതിയാണെങ്കിൽ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്ത്
തയ്ക്കുന്ന സമയത്ത് ഒരേ ലെവലായിരിക്കിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ല ചിലപ്പോൾ 1 ഇഞ്ചും 1.5 ഇഞ്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ജോയിൻ ചെയ്ത് മടക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വശത്തും തയ്യൽ തുമ്പ് ഒരുപോലെ എത്തണമെന്നില്ല. അപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആവേയില്ല. ഇതുപോലെ തന്നെയാണ് ബ്ലൗസിലും നെക്ക് തയ്ക്കേണ്ടത്. നെക്കിൽ നമ്മൾ ബ്ലൗസിലാകുമ്പോൾ ഹെമ്മിങ് ചെയ്യും, പക്ഷേ ഇതിലാകുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് തയ്ക്കും. ബ്ലൗസിലായിരുന്നാലും നമ്മൾ ഏതിലായിരുന്നാലും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ കട്ട് ചെയ്തെടുക്കുമ്പോഴും ഒരുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ വിചാരിക്കും ക്രോസ് പീസ് അല്ലേന്ന് എഴുതിയിട്ട് നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് കട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്റ്റിച്ചിങ്ങിലൊരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ തയ്യലൊക്കെ പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ ഇതൊക്കെ കുറേ കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും. നമ്മൾ തയ്ച്ച് വരുമ്പോഴല്ലേ നമുക്ക് ഓരോന്നും മനസ്സിലാവുന്ന. ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മളതിനെ പിന്നെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വശത്ത് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ തയ്ച്ച പോലെ തന്നെ അടുത്ത വശത്തും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് വി നെക്കാണല്ലോ, അതിൻ്റെ ഒരു 3 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതുവരെ നമ്മൾ തയ്ച്ച് വന്നതിന് ശേഷം ബാക്കി ഇങ്ങോട്ട് ഒരു ക്രോസ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നമ്മളിതുപോലെ തയ്ച്ച് വന്നതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തതിന് ഒരു പീസ് 2ആയിട്ട് മടക്കി നമ്മളിപ്പോൾ ആം ഹോളിൽ തയ്ച്ച പോലെ തന്നെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് ബാക്കി അങ്ങോട്ട് ക്രോസ് പീസിൽ തയ്ച്ച് പോകണം. കാരണം ആ ഷോൾഡറിൻ്റെ അതുവരെ ഉള്ളൂ ആ നെക്കിൻ്റെ നമ്മൾ ബട്ടൺ ഹോൾ വയ്ക്കാൻ വേണ്ടി എടുത്തതിൻ്റെ ആ പീസ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നെക്ക് മറിച്ചടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത്. അതും 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ട് തന്നെയാണ് തയ്ച്ച് പോവേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് തുടങ്ങി ബാക്ക് നെക്കും ഫുള്ളായിട്ട് കവർ ചെയ്ത് പിന്നെ ഫ്രണ്ടിലേക്ക് അപ്പുറത്തെ വശത്തെത്തുമ്പോഴും അവിടെയും വി നെക്കിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ചിൻ്റെ മാർക്ക് വരെയും ഈ ക്രോസ് പീസ് തയ്ച്ച് പോകണം. അവിടെ വരെ എത്തുമ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നമ്മളതിലുള്ള ആ ഒരു ബട്ടൺ ഹോൾ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, ആ പാർട്ടിലോട്ട് തയ്ച്ച് കയറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് തയ്ക്കുന്നത്. ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണല്ലോ. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കി അവർക്കത് യൂസ്ഫുൾ ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫുൾ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് തയ്ച്ച് വരുവാണ്. 2ആയിട്ട് മടക്കി നമ്മൾ ഈ 2 മടക്കുമ്പോൾ നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ 2 മടക്കും നമ്മൾ ഡ്രസ്സിൻ്റെ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, ഈ 3 തയ്യൽ തുമ്പും ചേർത്ത് ഒരേപോലെ വെച്ച് വേണം തയ്ച്ച് പോവാൻ. ഇനി ഇവിടെ എത്തുമ്പോൾ ഇവിടെ 3 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിടം വരെ മതി ആ ക്രോസ് പീസ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബട്ടൺ ഹോൾ വയ്ക്കുന്ന ആ പാർട്ടുണ്ടല്ലോ, നമ്മൾ 2.5 ഇഞ്ച് വിട്ടത്, അത് നമ്മൾ കറക്റ്റായിട്ട് ഇതിനിടയിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ 2ആയിട്ട് മടക്കി ഇതുമായിട്ട് അങ്ങ് ചേർത്ത് തയ്ക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അതുവരെ വരുമ്പോൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമില്ല, കാരണം ഈ 2-3 വരുമ്പോൾ ഭയങ്കര അവിടെ ഒരു കട്ടിയായിട്ട് വരും. അതുകൊണ്ട് അതുവരെ മതി. ഇവിടെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ അരികെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നമ്മളെല്ലാം ആം ഹോളിൽ തയ്ച്ചില്ലേ, അതുപോലെ മറിച്ച് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് തയ്ച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇനി നമ്മൾ ഈ നെക്ക് തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ താഴ്ഭാഗം നമ്മൾ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ, ആ ഭാഗം തൊട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ തയ്ച്ച് നെക്കിലേക്ക് വരണം.
ഇതുപോലെ ഈ ഭാഗം നമ്മൾ മടക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ആ നെക്കിൻ്റെയും ആ താഴ്ഭാഗവും നന്നായിട്ടൊന്ന് നമ്മൾ തയ്യൽ തുമ്പ് നല്ല കറക്റ്റായിട്ട് മടക്കിയെടുക്കണം ഈ ഭാഗമൊക്കെ. ഇനി നമുക്ക് ഇതുപോലെ ചുറ്റും അടിച്ച് പോവാം. 4 ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത്, അതായത് നല്ലതായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം, പ്രസ് ചെയ്ത് തയ്ച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് നെക്കും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡും അടിച്ച് താഴ്ഭാഗത്തൊരു പീസ് വെച്ച് അടിച്ചാൽ മതി. മടക്കി അടിക്കണം പിന്നെ ബാക്ക് പാർട്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ തയ്ച്ചത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലാണ് ഞാനിതുപോലെ പ്രസ് ചെയ്ത് തയ്ക്കുന്നത്. നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉൾവശത്തുണ്ടല്ലോ, ഉൾവശത്ത് തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനത് ഓർമ്മിക്കാതെയാണ് ഫ്രണ്ടിൽ വശത്ത് വെച്ച് തയ്ക്കുന്നത്. ഫ്രണ്ട് വശത്ത് തയ്ച്ചാലും പ്രശ്നമില്ല, പക്ഷേ നെക്ക് നന്നായിട്ട് മടങ്ങി ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക് പാർട്ടിലാണ് നമ്മൾ നന്നായിട്ട് തയ്ക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഈ പുറത്താണല്ലോ തയ്ക്കുന്നത്, ഈ ഒരു തയ്യൽ നിങ്ങൾ അകത്തായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഓർമ്മിക്കാതെ അങ്ങ് തയ്ച്ചു പോയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് തയ്ക്കുവാണ്. കാരണം പിന്നെ ഫുള്ളായിട്ട് അഴിക്കേണ്ട എന്ന് കരുതിയിട്ട് ഇതുപോലെ തയ്ക്കുവാണ്. അതായത് ആം ഹോൾ നമ്മൾ തയ്ച്ചില്ലേ, അതുപോലെ നെക്കും തയ്ച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ താഴ്ഭാഗത്തോ ഈ ഫുൾ നമ്മൾ കറങ്ങി തയ്ച്ച് വരുന്ന താഴ്ഭാഗത്ത് വരെ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് ഇതുവരെ നമ്മൾ എൻഡ് വരെയും തയ്ച്ച് വരുവാണ്. നമ്മൾ ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് തുടങ്ങി കറങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇതുപോലെ ഇനി നമുക്ക് സൈഡ് കൂടി നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടത് അത്ര നമ്മൾ മാർക്ക് ചെയ്തങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ഇനി ഇതിൽ നമുക്ക് പോക്കറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ പോക്കറ്റ് വയ്ക്കാം, പക്ഷേ കസ്റ്റമർ പോക്കറ്റ് വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ പോക്കറ്റ് വെക്കുന്നില്ല. ഇതുപോലെ വി നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് തയ്ച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്കിവിടെ ഒരു പീസ് വെച്ച് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കണം. ബാക്ക് ഭാഗവും മടക്കി തയ്ക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് സൈഡ് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് താഴ്ഭാഗത്ത് നമുക്കൊരു ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ആം ഹോൾ തയ്ച്ചെടുത്ത പോലെ തന്നെ നമുക്ക് വീണ്ടും തയ്ച്ചെടുക്കാം. ഇതിലും തയ്ച്ചെടുക്കാം. ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ നല്ല വശത്ത് വയ്ക്കുക. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വരച്ച് പിടിച്ച് തയ്ക്കരുത്, ചുളിവ് വരും. ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം തയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതിന് വേണ്ടി നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി എക്സ്ട്രാ ഉള്ളത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഒന്ന് കട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഈ തയ്യലെല്ലാം ആം ഹോളിലും നെക്കിലും തയ്ക്കുന്ന പോലെ തന്നെയാണ്. സാധാരണ നമ്മൾ കോളറുള്ള കോട്ടും വരാറുണ്ട്, അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ അത് കാണിക്കാം. ഇനി നമുക്കിതിന് ഉള്ളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഉള്ളിലേക്കല്ല, ഇതുപോലെ മറിച്ച് വെച്ചൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. പിന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കാം.
ഇപ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടാണ് ഫുള്ളായിട്ട് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്ത് വെക്കണം. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഓരോ വീഡിയോസായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഓരോ മുറയ്ക്ക് ചെയ്യാം. ഓരോന്ന് ചെയ്ത് അടുത്തത് അങ്ങനെയുള്ള രീതിക്ക് ചെയ്യാം. കാരണം എനിക്ക് സ്റ്റിച്ചിങ് കൂടെ പുറത്ത് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് അതുകൂടി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് നമുക്കിനി ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാം. നമ്മൾ നെക്കൊക്കെ തയ്ച്ച പോലെ തന്നെ തയ്ക്കാം. ഇനി നമുക്ക് സൈഡ് കൂട്ടി തയ്ക്കാം. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്, അതുകൂടി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ അധികം ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കാം 1.5 ഇഞ്ച്. നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തത് ഉണ്ടാവും, അത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതുപോലെ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ 1.5 ഇഞ്ച് വിട്ടത് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ച് വരുമ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ 3/4 ഇഞ്ച് ലൂസ് ഇട്ടിട്ടുണ്ടല്ലോ, അധികം ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ വരും. അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. ആ താഴ്ഭാഗം നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ വി പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് പാർട്ടിൽ മാത്രം അധികം മതിയല്ലോ, അതാണ് ഈ അധികം കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ 2 സൈഡ് നമ്മൾ തയ്ച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് മടക്കി തയ്ക്കണം. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഇപ്പുറം രണ്ട് സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അഴിക്കണമെങ്കിൽ അഴിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും തയ്ച്ചെടുക്കണം. ഈ ഭാഗവും ഇതുപോലെ കൂട്ടി തയ്ക്കാം. ഇവിടെ ഞാൻ 1.5 ഇഞ്ച് തന്നെയാണ് വിട്ടത്. അത് ഒരു വശത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വശത്ത് മാർക്കിങ് ഉണ്ടാവും. ഈ വശം നമുക്ക് 1.5 ഇഞ്ച് കൂടി നമ്മൾ എത്രയാണോ വിട്ടത് അത് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതുപോലെ തയ്യൽ തുമ്പിൽ ഓവർലോക്ക് പോലെ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി അങ്ങ് തയ്ക്കണം. അപ്പോൾ നൂലഴിഞ്ഞ് പോകത്തില്ല വേഗം. ഓവർലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ സൈഡിലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഓവർലോക്ക് പോലെ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ തയ്യൽ തുമ്പിൽ സിക്സാഗ് പോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കും. അപ്പോൾ തയ്യൽ തുമ്പ് നീറ്റാവുകയും ചെയ്യും, നൂലഴിഞ്ഞു പോവുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ കോട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടത് കണ്ട് നിങ്ങൾക്ക് തയ്ച്ച് നോക്കാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് ഓർഡറും കിട്ടുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മൾ പാൻറ്റും ടോപ്പും മാത്രം തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോട്ടിനായിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതില്ലേ, കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവർ നമ്മളെ തരാനായിട്ട് മടിക്കും. എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊടുക്കാമെന്ന് ചിന്തിക്കും. അപ്പോൾ അതിനെക്കാളും നല്ലതല്ലേ നമ്മൾ കോട്ട് തയ്ച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. തയ്യൽ തുമ്പിൽ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെയും ഇപ്പുറത്തെ ഭാഗവും ഞാൻ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അധികമുള്ളത് ഇതുപോലെ ബേക്ക് പാർട്ടിൽ അധികം ഉണ്ടല്ലോ, അതിനെ നമുക്ക് എങ്ങനെയാണ് മടക്കി തയ്ക്കാൻ നോക്കാം. അതായത് ഇതുപോലെയാണ് ഉണ്ടാവുക തയ്ച്ച് വരുമ്പോൾ. ഇതിനെ നമുക്ക് ഇതുപോലെ ഈ തയ്യൽ തുമ്പിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കുക. സാധാരണ നമ്മളെല്ലാം താഴ്ഭാഗം മടക്കി അടിക്കുന്ന പോലെ തന്നെയാണ്. ഇത് നമുക്ക് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ തയ്യൽ തുമ്പ് ഇതിലേക്ക് വലിഞ്ഞു നിൽക്കാതെ ശ്രദ്ധിക്കണം. എങ്കിൽ നല്ല വശത്തെടുക്കുമ്പോൾ അവിടെ ഒരു വലിച്ചിലുണ്ടാവും തയ്യൽ തുമ്പ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം മടക്കാനായിട്ട്. നന്നായി നിവർത്തി വെച്ചതിന് ശേഷം വേണം ഈ താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പില്ലേ, അത് ഒരുമാതിരി ഇങ്ങനെ ചുരുങ്ങി അപ്പുറം നല്ല സൈഡ് എടുക്കുമ്പോൾ വലിഞ്ഞു നിൽക്കും. അങ്ങനെ വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ താഴ്ഭാഗം കൂടി മടക്കി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ കോട്ടൻ്റെ
സ്റ്റിച്ചിങ്. ഇത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് നന്നായി മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോട് കൊടുക്കുക. ഞാനിത് കൂടെ പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാകും. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വയ്ക്കും. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അവർ അറിയത്തുമില്ല. അവർക്കത് കറക്റ്റ് ടൈമിൽ കാണാനും പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനോട് പ്രസ് ചെയ്യണം, അതിൽ ഓൾ എന്നുള്ളത് കൂടി കൊടുക്കണം എന്ന് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഈ വീഡിയോ ഉണ്ടോ ഇതുണ്ടോ എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളത് ആ വീഡിയോ ഇട്ടു എന്ന് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അധികമുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായി അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. അപ്പോൾ ഓക്കെ, ബായ്. ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. ഇതുപോലെ നമ്മൾ താഴ്ഭാഗം നീറ്റായിട്ട് തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കോളറുള്ളതിൻ്റെയും ഇനി ഞാനൊരു വീഡിയോയിൽ ഇടാം. കോളറുള്ള കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ഇതുപോലെ നീറ്റായിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്യുമ്പോൾ ഈ നെക്കിലെ ചുളിവും എല്ലാം മാറി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ബായ്, താങ്ക് യു.